और इस प्रकार के इस सभा में मुझे आमंत्रित किया और लोगों का सभा में वचन की प्रचार करने के लिए मुझे अवसर भी मिला और इसके लिए बहुत धन्यवाद। അതുകൊണ്ട് കണ്ണുകൊണ്ട് ഈ വലിയ ശുശ്രൂഷയിൽ ദൈവം എനിക്ക് നൽകിയ ഈ ചെറിയ പങ്കിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നടത്തി और प्रभु की बड़ी दया से इस बड़े सेवकाई में एक भाग प्रभु ने मुझे भी दिया और उस सेवा करने में प्रभु मुझे इस्तेमाल भी किया, इसलिए सारी महिमा मैं प्रभु को देता हूँ। അതിനുവേണ്ടി അവസരം നൽകിയ ഈ ദൈവസഭയോടും ദൈവദാസനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. और इसके लिए मुझे अवसर तैयार दिया इस कलीसिया को और प्रभु का दास को मेरा आभार मैं प्रकट करना चाहता हूँ। എന്നെ കാണുന്നതും നിങ്ങൾ ശുശ്രൂഷിക്കുവാനും സ്വർഗ്ഗത്തിലെ അവസരം നൽകിയതും ഏറെ പദവിയായി ഞാൻ നോക്കിയത്. और आप लोगों के बीच में आने के लिए और आपको मिलने के लिए जो अवसर मुझे मिला ये एक बड़ा एक आशीष पद के रूप में मैं समझता हूँ। ഞാനിവിടെ താമസിക്കുന്നത് പോലെ ഇവിടെ കുടുംബത്തിന് വലിയ അധ്വാനമുണ്ട്. हम लोग यहाँ रहने की वजह से यहाँ का परिवार को भी बहुत मेहनत करना पड़ते हैं അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത കുടുംബത്തോട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. और वो भी बड़े आनंद के साथ करने वाला ये परिवार को भी हम आभार प्रकट करना चाहते हैं। നിങ്ങളുടെ സന്തോഷമുള്ള മുഖവും ഇരിപ്പും ഉത്സാഹവും ഒക്കെ ഞങ്ങൾക്ക് ഏറെ പ്രചോദനമാണ്. और आप लोगों का खुशी से भरा हुआ चेहरा और आनंद से आप लोग जो बैठते हैं वो सब देखकर हमें भी बड़ा आनंद होता है। ജീവിതത്തിന്റെ അന്ത്യം വരെയും തുടരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളം കൃപ നൽകട്ടെ. और ऐसा ही आनंद में जीवन के अंत तक रहने के लिए प्रभु सहायता करें। നാം ഈ പഠിച്ച വേദഭാഗം ഒരിക്കലും മറക്കാതെ ജീവിതത്തിൽ സൂക്ഷിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. और हमने जो भी पाठ अभी पढ़ा है सीखा है वो जिंदगी के आखिरी क्षण तक ना भूले हुए आगे बढ़े। നമുക്ക് നല്ല ശിഷ്യരാകാം, അനേകരെ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് ഒരുക്കാം. हम अच्छे चेला बने और अच्छे चेलाओं को बनाकर प्रभु में आगे बढ़े। ഈ വിഷയത്തിന്റെ പ്രാധാന്യമാണ് നാം ആദ്യ ദിവസം ചിന്തിക്കാനിടയായി. हम पहला क्लास में हमने इस विषय की मुख्यता को हम देखे സർവാധികാരിയായ നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാണ്. और ये सर्वशक्तिमान परमेश्वर की आज्ञा है। ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണ് നാം രണ്ടാമത് ചിന്തിച്ചത്. और दूसरी क्लास में हमने देखा कि चेला होने का नींव क्या है। നാം വായിച്ച വേദഭാഗത്തു നിന്നും എങ്ങനെ ശിഷ്യപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ദൈവത്തിന് നാം നൽകിയിട്ടുണ്ട്. और हमने जो भी भाग पढ़ा था वहाँ से हमने ये देखा कि चेलों को बनाने का तरीका कैसा है, उसके लिए क्या करना उसके बारे में हमने देखा। മാത്രമല്ല ദൈവം ശിഷ്യത്വ പരിശീലനത്തിൽ സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കാനിടയായത്. और आज हमने इसका बारे में देखा कि जो शिष्य चेला बनाने के लिए शिष्य बनाने के लिए प्रभु ने जो संस्था को बनाया उसके बारे में हमने विचार किया। സകലജാതികളെയും ശിഷ്യരാക്കാനുള്ള വലിയ നിയോഗം ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. और सारे जाति का लोगों को जाति के लोगों को शिष्य बनाने के लिए चेला बनाने का जिम्मेवारी प्रभु ने हमें दिया है। എന്നാൽ ആദ്യം നാം ഓരോരുത്തരും കർത്താവിന്റെ നല്ല ശിഷ്യരാകണം. और लेकिन पहले हम हर एक व्यक्तिगत रूप में प्रभु का शिष्य चेला बनना। രണ്ടാമതായി നമ്മുടെ കുടുംബത്തെ ഈ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയണം. और दूसरी बात हमारे परिवार को इस शिष्य की मार्ग में हमें लाना है। മാത്രമല്ല നമുക്ക് സഭയായി ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ വളരുവാൻ പരിശീലിപ്പിക്കുവാൻ ദൈവം ധാരാളം ദൈവകൃപ നൽകട്ടെ. और इतना ही नहीं हमारे कलीसिया को भी और हमारा परिवार को भी शिष्यत्व के मार्ग में चेलों के मार्ग में आगे बढ़ाना हमारा कर्तव्य है। ഈ ശിഷ്യത്വത്തിന് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. और ये जो शिष्यत्व है उसको बड़ा प्रतिफल है। അതും നാം വായിക്കുന്ന വേദഭാഗത്ത് വളരെ കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി. और जो वचन हम पढ़ा है पढ़ते हैं उसमें उसका बारे में परमेश्वर की आत्मा बहुत स्पष्ट से बताया। 28 अध्याയത്തിൽ 20 വാക്യത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. और मत्ती 28 का जो भाग हमने पढ़ा था वहाँ पर शिष्य सर्व जाति को चेला बनाने के बारे में बताया। എന്നിട്ട് പറയുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. और उसके बाद कहते हैं कि मैं जगत का अंत तक तुम्हारे साथ हूँ।
പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലം എന്താണ് ലഭിക്കാറുള്ളത്? तो प्यारो, इससे बढ़कर क्या प्रतिफल मिलना है? നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. तो प्यारो, जो हमारा जीवन के विभिन्न प्रकार की परिस्थिति में प्रभु यीशु मसीह का संगति को अनुभव करना, इससे बढ़कर क्या प्रतिफल चाहिए? ഇത് സർവാധികാരിയുടെ വാഗ്ദത്തമാണ്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. और जो सर्व अधिकार को प्राप्त किया वो प्रभु की प्रॉमिस है, हमारे हमें दिया हुआ वायदा है, मैं जगत का अंत तक तुम्हारे साथ रहूंगा. ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നാം ഇത് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. और हमारे जीवन की कई परिस्थितियों में हम इस बात को अनुभव करते हैं. വളരെ വേദനയുടെ വേളകളിൽ, രോഗപ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വാക്കുകൾ നമ്മെ ഏറെ ആശ്വസിപ്പിക്കുന്നതാണ്. और बड़े संकट का समय में और मैं तेरे साथ हूँ ऐसे प्रॉमिस किया हुआ, वायदा किया हुआ प्रभु की संगति को हमें अनुभव करने को मिलते हैं. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാചകം നാം ഓർക്കുകയും ആശ്വസിക്കുകയും അത് ധ്യാനിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. और हम बार बार उस बात को ध्यान करते हैं, याद करते हैं और उसकी अनुभव को, उस वचन की सच्चाई को अपने जीवन में हम अनुभव करते हुए आगे बढ़ते हैं. പക്ഷെ എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളത് ഈ വാചകം പറയുന്നത് ഈ വലിയ നിയോഗത്തോട് ചേർത്താണ്. और मुझे बहुत बार इस बात सोच में लाया है कि इस बात हमें कई बार प्रभु ने प्रॉमिस के रूप में दिया है. ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ഈ വാഗ്ദാനം നാം ഓർക്കുകയും ആശ്വസിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും जीवन की भिन्न भिन्न अवस्था में हम इस बात को बार बार याद करते हैं. സ്വർഗസ്ഥനായ ദൈവം ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത് ഈ വലിയ നിയോഗത്തോട് ചേർത്താണ്. और स्वर्ग का परमेश्वर ये जो वायदा हमें दिया है वो अपने वायदा के साथ दिया है. ആരെല്ലാം എന്റെ നല്ല ശിഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അവരോട് കൂടെ ഞാൻ ഇരിക്കാം. और जो कोई मेरा अच्छा चेला बनना चाहते हैं उसके साथ मैं रहूंगा. ആരെല്ലാം ഈ ശിഷ്യത്വ നിയോഗം ഏറ്റെടുത്ത് അനേകരെ ശിഷ്യരാക്കാൻ വേണ്ടി ഒരുക്കുന്നുവോ ആ നിയോഗത്തിൽ ഞാൻ നിങ്ങളോട് ഇരിക്കാം. प्रभु कहने का मतलब है कि जो कोई मेरा ये जिम्मेवारी को लेकर मेरा चेला बनकर दूसरों को चेला बनाने की प्रयत्न करते हैं, मैं उनके साथ रहूंगा. ഈ വലിയ വാഗ്ദത്തം ഈ വലിയ പ്രമാണത്തോട് ചേർത്ത് നൽകുന്നതാണ്. अब प्रभु का ये जो वायदा है ये बड़ा प्रभु का नियम के साथ दिया है. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്നുള്ള ഈ വിലയേറിയ വാക്കുകൾ നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്നതല്ലേ? क्या ये हमें बड़ा शांति नहीं देते, आनंद नहीं देते जो प्रभु ने हमें प्रॉमिस किया है कि मैं हमेशा तुम्हारे साथ रहूंगा. ഇതിനേക്കാൾ വലിയൊരു നന്മ എന്താണ് ലഭിക്കാനുള്ളത്? इससे बढ़कर क्या भलाई हमें मिलना बाकी है. നാം ഈ കർത്താവിന്റെ ശിഷ്യരാകുന്ന വഴിയിൽ ലോകപ്രകാരം വലിയ പ്രതികൂലങ്ങൾ നാം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. शायद हम प्रभु का चेला बनने की कार्य में दुनिया की ओर से बहुत कुछ कष्ट को सामना करना पड़ता होगा. എല്ലാവരും കൈവിടപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. शायद सभी लोग हमें इंकार करेगा, हमें निंदा करे, हमें त्याग सकता है. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതുപോലെ ഈ വഴിയിൽ വലിയ വില കൊടുത്ത് ഈ വഴിയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമുണ്ടെന്നുള്ളത് കർത്താവ് പറയുന്നു. और प्रभु ने हमें ये बता रहे हैं कि इस मार्ग में हमें जाने के लिए हमें बड़ा कीमत चुकाना पड़ेगा. ഈ വഴിയിൽ ബന്ധുമിത്രാദികൾ കൈവിട്ടേക്കാം, മാതാപിതാക്കൾ കൈവിട്ടേക്കാം, സ്വന്തം ജനങ്ങൾ കൈവിട്ടേക്കാം, അതിനെല്ലാം സാധ്യതയുണ്ട്. और इस मार्ग में ये संभावना है हमारी माँ बाप हमें त्यागेगा, हमारा बंधु मित्र हमें त्यागेगा और हमारी जो कोई हमें पहचानते हो सब हमें त्यागने की संभावना ज्यादा है. ലോകപ്രകാരം ചില നഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. और संसार की तरफ से हमें बहुत कुछ नष्ट को झेलना पड़ सकता है. നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എന്റെ നാമം നിമിത്തം വീടുകൾ, നിലങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. और प्रभु ने कहते हैं कि मेरा नाम के प्रति तुम्हें तुम्हारा जमीन, तुम्हारा धन संपत्ति और सब कुछ शायद नष्ट करना पड़ेगा. ഇതെല്ലാം നിങ്ങൾക്ക് ഈ വഴിയിൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, എങ്കിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ये सब तुमको सामना करना पड़ेगा, ये दुख सब तुम उठाना पड़ेगा, फिर
പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ബാക്കിയുള്ളവരെല്ലാം കൂടെയുണ്ട്, പക്ഷെ ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ അത് എത്രയോ വേദനാജനകമാണ്. प्यारो, आप तेरा सोच लो, जो अभी बताया वो लोग सब हमारे साथ रहे, लेकिन प्रभु हमारा साथ नहीं होता तो क्या लाभ है? പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും നമ്മോട് കൂടെ സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് എത്രയോ ആശ്വാസം നൽകുന്ന ദൈവിക വാഗ്ദത്തമാണ്. लेकिन ये सब कुछ हमें छोड़ेगा, हमें त्यागेगा, लेकिन सिर्फ प्रभु हमारे साथ रहेगा तो इससे बढ़कर हमें क्या जरूरत है? ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. मैं तुम्हारे साथ हूँ. ഇത് അല്പം കൂടെ മനസ്സിലാക്കാനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിയാം. और थोड़ा ये समझने के लिए हम उत्पत्ति के किताब में चलाएं. അതിലെ 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. और उसकी 15 अध्याय का पहला और दूसरा पद तेरा पढ़ेंगे. അവിടെ നാം വായിക്കുന്നത്, അതിന്റെ ശേഷം और हम हमेशा पढ़ते इन बातों के पश्चात ദൈവമായ യഹോവ പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും. यहोवा ये वचन दर्शन में अब्राहम के पास पहुंचा है. अब्राहम मत डर, तेरी ढाल और तेरा अत्यंत बड़ा प्रतिफल मैं हूं. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. हे अब्राहम मत डर, तेरी ढाल और तेरा अत्यंत बड़ा प्रतिफल मैं हूं. ഞാൻ നിന്റെ പരിചയാണ്. मैं तेरा ढाल हूं. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അബ്രഹാം പറയുന്ന വാക്കുകൾ തൊട്ട് താഴെ നാം വായിക്കുന്നുണ്ട്. तो जब परमेश्वर ने ऐसा बोला तो अब्राहम ने क्या जवाब दिया, वो उसके नीचे का पद में लिखा. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നവനല്ലേ. अब्राहम कहते हैं कि हे प्रभु यहोवा, मैं तो निर्वंश हूं. എനിക്ക് ഈ അവകാശവും പ്രതിഫലവും ഒക്കെ കിട്ടിയിട്ട് എന്ത് കിട്ടാനാ? मुझे ये ढाल और प्रतिफल सब मिलके क्या, ഇത് ഞാൻ ആർക്ക് കൊടുക്കാനാ? ये सब मैं किसको देगा? അപ്പോഴാണ് തൊട്ട് താഴെ കർത്താവ് സ്വർഗ്ഗസ്ഥനായ ദൈവം പറയുന്നത്, और ये सुनकर परमेश्वर को और बात कर रहे उसका नीचे, അവനോടുകൂടെ നിനക്ക് ഇതെല്ലാം കിട്ടും. हाँ परमेश्वर कहते हैं उनके साथ तुम्हें ये सब तो मिल सकता है. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് നീ മക്കളില്ലാത്തവനായിരിക്കാം ഇപ്പോൾ. हाँ परमेश्वर को हम कहते हैं शायद तुम अभी निर्वंश हो सकता है. ഞാൻ നിന്റെ പരിചയം പ്രതിഫലവും ആകുകൊണ്ട്, हाँ लेकिन मैं तेरा ढाल और प्रतिफल होने के कारण നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ സന്തതിയെ കുറിച്ചുള്ള അനുഗ്രഹം തൊട്ട് താഴെയാണ് വായിക്കുന്നത്. परमेश्वर कहते तेरा पेट से निकलने वाला तेरा वंश के बारे में परमेश्वर, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയും ആകും എന്നവിടെ പറയുന്നുണ്ട്. वहाँ परमेश्वर कहते उसका यह तेरा वारिस ना होगा, तेरा जो निज पुत्र होगा वही तेरा वारिस होगा, ऐसा परमेश्वर कहते हैं. പ്രിയപ്പെട്ടവരെ, ഈ അബ്രഹാം ഭയപ്പെട്ടു പോയോ? क्या अब्राहम डर गया क्या? ഭയപ്പെടാത്ത ഒരാളെ ഭയപ്പെടേണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? अगर डरते नहीं है तो डरो मत क्यों बोला? അതിന്റെ ശേഷമാണ് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. परमेश्वर से पहले अब्राहम को कहते डरो मत बोला, उसके बाद कहते कि मैं तेरे प्रतिफल हूं. അതിന്റെ അർത്ഥം തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. हाँ, इसका मतलब है कि ये 15 अध्याय में डरो मत अगर ऐसा परमेश्वर कहा है तो उसकी पहले जो 14 अध्याय में कुछ घटना ही हुआ है. ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അതിന്റെ ശേഷം യഹോവ വന്നിട്ട് പറയുക, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. और उसी के कारण परमेश्वर अब्राहम के पास आके कहते हैं अब्राहम तुम डरो मत. നമുക്കറിയാം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ जब हम 14 अध्याय में आते हैं, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ സമ്പത്തുമായി ലോത്തിനെയും കുടുംബത്തെയും കൊണ്ടുപോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. वहाँ पर हम देखते हैं 4 राजा लोग 5 राजा लोगों के साथ लड़ाई करके और उनकी धन संपत्ति को लूट कर वहाँ चला जाते हैं, ऐसा पढ़ते हैं. അപ്പൊ ഈ രാജാക്കന്മാരുടെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ആ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. राजाओं का धन संपत्ति को लूट कर जो 4 राजा लोग उसका जो बाद में 14 अध्याय में हम देखते हैं. കൊള്ളയടിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ രാജാക്കന്മാരുടെ ആ നിക്ഷേപവും സമ്പത്തും എല്ലാം കൊണ്ടാണ് പോകുന്നത്. और राजा लोगों को और उनकी धन संपत्ति जो कुछ है सब लेके वो लोग जा रहे हैं. അതിന്റെ കൂടെ ലോത്തും അവന്റെ സമ്പത്തും ഉണ്ട്. और उसके साथ लूत और उनकी संपत्ति भी लेके गया. ഈ സമ്പത്തിനെ എല്ലാം അബ്രഹാമിന്റെ കൂടെ വന്ന 318 അഭ്യാസികളും കൂടെ അവരെ പരാജയപ്പെടുത്തി ഇവരുടെ സമ്പത്തുമായി വരികയാണ്. और अब्राहम ने अपने घर के 300
अपना लोगों को साथ में लेकर जाकर इन राजाओं को हराकर लूट और बाकी सारी संपत्ति को लेकर वापस आते हैं। ഈ വലിയ സമ്പത്ത് കയ്യിലിരിക്കുമ്പോഴാണ് അബ്രഹാം പറയുന്നത് നിന്റെ ചെരുപ്പാകട്ടെ ചെരുപ്പിന്റെ വാറാകട്ടെ ഞാൻ മേടിക്കുകയില്ല. जब ये धन संपत्ति सब अब्राहम अभी अपना वश में करके आ रहे हैं और वहां अब्राहम कहते हैं कि मैं एक रस्सी या एक जूता का रस्सी भी मैं नहीं लूंगा. സോദോം രാജാവ് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. सोदोम का राजा एक बात कहते हैं, ആളുകൾ എനിക്ക് തരിക, സമ്പത്ത് മുഴുവനും നീ കൊണ്ടുപോകും. सोदोम की राजा ने अब्राहम को कहते हैं आदमियों को मुझे दे और धन संपत्ति जो है तू ले लो. അപ്പൊ ഈ സമ്പത്ത് മുഴുവനും കയ്യിലിരിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ് എനിക്കിതൊന്നും വേണ്ട. जब ये धन संपत्ति सब सोदोम का राजा अब्राहम को दिया तू ले लो बोला तो तब अब्राहम बोल रहे मुझे कुछ नहीं चाहिए. ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ നിന്നും യാതൊന്നും ഞാൻ എടുക്കുകയില്ല. जो तुम्हारा है तुम्हारा चीजों में से एक रस्सी एक धागा भी मैं लेने वाला नहीं. അബ്രഹാമിന്റെ വിവരം മണ്ടനാണോ? अब्राहम क्या एक मूर्ख व्यक्ति ഈ അബ്രഹാമിനെ ഈ കൂടെ വന്ന 318 അഭ്യാസികൾ പേടിപ്പിച്ചിട്ടുണ്ടാകുമോ? क्या अब्राहम को जो साथ में जो 338 लोग था ये लोग इनको डरा दिया. അബ്രഹാമെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, 318 പേരായ ഞങ്ങൾക്ക് വേണ്ടേ ഈ സമ്പത്ത്. ये जो 318 लोग ऐसा बोला है क्या अब्राहम को, अब्राहम तो बोल रहे तेरे को धन संपत्ति नहीं चाहिए लेकिन हमें तो चाहिए, ऐसा बोला होंगे क्या? ഞങ്ങളല്ലേ ഈ രാജാക്കന്മാരെ തോൽപ്പിക്കാനിടയായി തീർന്നത്. हमने लड़कर ये राजाओं को हरा दिया है. ഇത് ന്യായമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? और ये जो धन संपत्ति स्वाभाविक रूप से हमें मिलना है. എന്തെല്ലാം ഈ അബ്രഹാമിനോട് ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. मुझे ये नहीं पता है कि वो 318 लोग अब्राहम से ऐसा बात किया है कि मुझे पता नहीं. അബ്രഹാമിനെ ഭയപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല. वो लोग अब्राहम को डरा दिया है कि പക്ഷേ അതിന്റെ ശേഷമാണ് യഹോവ അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാമേ നീ ഭയപ്പെടണ്ട. लेकिन उसके बाद परमेश्वर अब्राहम से बात कर रहे हैं हे अब्राहम डरो मत. നീ ഒരു ചെരുപ്പാകട്ടെ ചെരുപ്പിന്റെ വാറാകട്ടെ ചരടാകട്ടെ എടുക്കണ്ട, അത് മുഴുവൻ നീ അവർക്ക് കൊടുത്തതുകൊണ്ട് നീ ഭയപ്പെടണ്ട. हे अब्राहम तूने जो रस्सी या धागा जो भी कुछ नहीं लिया सब कुछ उनको दे दिया लेकिन इसकी वजह से तू डरो मत. അബ്രഹാമേ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാനാണ് നിന്റെ പരിച, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. हे अब्राहम मैं तेरा ढाल और मैं तेरा सबसे बड़ा प्रतिफल हूं. ലോകപ്രകാരം അവകാശവും പ്രതിഫലവും മക്കളല്ലേ? हमारे में दुनिया की तरफ से देखे വചനപ്രകാരം അത് ശരിയാണല്ലോ. हमारा धन संपत्ति हमारा बच्चा है वचन के अनुसार നാം അത് ചിന്തിച്ചതാണല്ലോ. हम उसके बारे में पढ़ाई तो किया. പക്ഷേ ഇവിടെ നാം കാണുന്നത് അപ്പോഴാണ് അബ്രഹാം പറയുന്നത് മക്കളില്ലാത്ത എനിക്ക് എന്ത് അവകാശവും എന്ത് പ്രതിഫലവുമാണ്. हम अब्राहम उस समय में परमेश्वर से पूछ रहे मुझे तो बच्चा नहीं है वंश नहीं है फिर क्या प्रतिफल ഇത് करेगा? മുഴുവൻ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ആർക്ക് കൊടുക്കാനാണ്? ये सब मिलके मैं किसको दूंगा ये सब? ദമസ്കക്കാരനായ ഈ എലിയാസാറിന് മുഴുവൻ കൊടുക്കേണ്ടി വരികയില്ല. ദാസനല്ലേ അവൻ. जो दमिश्क का निवासी मेरा दास है उनको ही सब कुछ देना पड़ेगा. പറയുകയാണ് നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സന്തതി പുറപ്പെടാൻ പോകുകയാണ്, അവനെ നിനക്ക് ലഭിക്കാൻ കാരണം ഞാനാണ് നിന്റെ അവകാശവും പ്രതിഫലവും. परमेश्वर उनसे कहते हैं अब्राहम तेरे पेट से एक वंश निकलने वाला है वो तुम्हें देने वाला मैं हूं और इसलिए मैं ही तेरा प्रतिफल है. ഞാൻ നിന്റെ പരിചയാണെന്ന് പറയുമ്പോൾ मैं तेरा ढाल ऐसा जब कहते हैं ശത്രുക്കളിൽ നിന്നുള്ള എല്ലാ പോരാട്ടത്തിൽ നിന്നുള്ള സംരക്ഷണവും നിനക്കുണ്ട്. सारी दुश्मनों से उनको रक्षा करने वाला परमेश्वर है. ഒരുപക്ഷേ ഈ 318 പേർ നിന്നെ പേടിപ്പിച്ചിരിക്കാം. शायद 318 लोग उनको डरा दिया होगा. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ പരിചയ. लेकिन परमेश्वर कहते हैं तुम डरो मत. നീ 318 പേര് പോണെങ്കിൽ പൊക്കോട്ടെ, ये 318 लोग जाना है तो जाने നിന്റെ दो. സംരക്ഷകനായിട്ട് ഞാനുണ്ട്. तेरी रक्षा करने के लिए मैं तुम्हारे साथ हूँ. ഞാൻ നിന്റെ പരിചയാണ്. मैं तेरा ढाल हूँ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. और मैं तेरा अति बड़ा प्रतिफल हूँ. ഇതിനേക്കാൾ വലുതൊന്നും നിനക്ക് ലഭിക്കാനില്ല. और इससे बढ़कर और भी कुछ तुम्हें मिलने वाला नहीं है. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. और अगर मैं तेरे साथ हूँ तो उसके साथ सब कुछ है. ഞാൻ നിന്നോട് കൂടെയുണ്ട്. और मैं तेरे साथ हूँ. പ്രിയപ്പെട്ടവരെ, ഈ വലിയ അനുഗ്രഹമാണ് ഒരു ശിഷ്യത്വത്തിന്റെ പാതയിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. तो प्यारो एक शिष्य का जीवन में मिलने वाला सबसे बड़ा आनंद का बात यही है. 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ जब उत्पत्ति का किताब 39वें अध्याय में जब हम आते हैं യോസേഫിനോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. वहां पर यूसुफ के साथ रहने वाले एक परमेश्वर को हम देखते हैं. അവിടെ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട്. वहां पर मुझे बड़े आनंद दिया हुआ 2-3 बात वहां है.
39-ാം അധ്യായത്തിന്റെ 39वां अध्याय രണ്ടാമത്തെ വാക്യം നോക്കുക. उसका दूसरा पद देखिए। അവിടെ നാം വായിക്കുന്നത് അവൻ കൃതാർത്ഥനായി. वहाँ पर हम देखते हैं कि यूसुफ मिस्र स्वामी के घर पर रहता था और यहोवा उसके संग रहा, इसलिए वह भाग्यवान पुरुष हो गए। യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. देखो यहोवा उसके संग था, इसलिए वो भाग्यवान पुरुष हो गए। പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ സംതൃപ്തി എന്താണ് വേണ്ടത്? प्यारो, एक मसीही जीवन में, शिष्य का जीवन में इससे बढ़कर क्या चाहिए? അവൻ കൂടെ ഉണ്ടെങ്കിൽ കൃതാർത്ഥരായി സംതൃപ്തിയോടെ ജീവിക്കാം. और अगर वो परमेश्वर हमारे संग रहता है तो हम एकदम भाग्यवान होकर जिंदगी बिता सकते हैं। മൂന്നാമത്തെ വാക്യം നോക്കുക. तीसरा पद देखिए। യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും यूसुफ के स्वामी ने देखा कि അവൻ यहोवा ചെയ്യുന്നത് उसके संग रहता है യഹോവ സാധിപ്പിക്കുമെന്നും और जो काम वह करता है उसको यहोवा उनके साथ सफल करवा देता है എന്ന് അവന്റെ യജമാനൻ കണ്ടു. उनका स्वामी ने ये देख लिया। പ്രിയപ്പെട്ടവരെ, യഹോവ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയും. यहोवा परमेश्वर संग रहता है, ये दूसरा लोग भी देख सकता है। മാത്രമല്ല, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുകയാണ്. और उन्होंने जो कुछ किया उस सब में वो सफल बनते गया। യഹോവ കൂടെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതെല്ലാം സാധിക്കും. जो परमेश्वर यहोवा अगर साथ है तो करने का सारा काम सफल हो जाएगा। പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്നത് സാധിക്കുക, വിജയിക്കുക എന്നുള്ളതല്ലേ നാം ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. क्या प्यारो, जब हम कुछ भी कार्य करते हैं तो हमारा सबसे बड़ा विजय कहाँ होते हैं? जो करते हैं उसको सफलता मिलना सबसे बड़ा विजय है। യോശുവയോട് ഇത് തന്നെയല്ലേ പറയുന്നത്? यही बात परमेश्वर यहोशू से भी कहा। ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കാം. मैं जिस प्रकार मूसा के साथ रहा वैसा तेरे साथ നീ रहूंगा। ചെയ്യുന്നതൊക്കെയും സാധിക്കും. और तू जो कुछ करते है उसमें तू सफल बनेगा। നിനക്ക് വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കാം, तुम्हें बड़ा लड़ाई तो करना ही पड़ेगा, വലിയ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കാം. शायद बड़े युद्ध करना पड़ेगा, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. लेकिन मैं जो तेरे संग रहेगा इसकी वजह से तू जो करते हो वो सब सफल हो गया। യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ആ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നില്ലേ? यहोशू का किताब जब हम पढ़ते हैं तो इतिहास में पूरा इस विजय को हम देखते हैं। യഹോവ കൂടെ ഇരുന്ന് ചെയ്യുന്നതൊക്കെ സാധിപ്പിക്കുകയാണ്. यहोवा उनके साथ रहकर उन्होंने जो किया सब सफल करते करते गया। യോർദാന്റെ മുമ്പിലായിരിക്കാം, शायद यरदन के पास होगा, ഭയപ്പെടണ്ട, डरो मत, യഹോവ കൂടെയുണ്ട്. यहोवा संग हो। യോർദാൻ പിളർത്താൻ അവൻ ശക്തനാണ്. यरदन नदी को विभाजित करने के लिए वो सामर्थ्य है। എരിഹോ മതിൽ പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. एरिहो के किले के समान बड़े रुकावट हमारे सामने हो सकता है। എങ്ങനെ ഇത് കീഴടക്കുമെന്ന് യാതൊരു മാനുഷികമായ ചിന്തയും അവിടെ വിജയിക്കുന്നതല്ല. और इस किला को कैसा पार करेगा ऐसा बड़ा समस्या सामने हो सकता है। കാഹളം ഊതുമ്പോൾ പന്തം കൊടുത്തുമ്പോൾ അതെല്ലാം ഇടിഞ്ഞു വീഴുകയാണ്. लेकिन जब तुरही फूकते हैं और दिया जलाते हैं और आवाज करते तब ये सब गिर जाते हैं। കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ जब कलम ने विचार किया വേർതിരിക്കുന്ന കൽമന വീഴുകയാണ്. वहाँ हम देखते हैं मिस्र में ओला गिरा ശത്രുക്കളുടെ രഥചക്രങ്ങൾ കുഴയ്ക്കുമാറാക്കുകയാണ്. और वो दुश्मन की रेदोंगा जो व्हील को गड़बड़ी में डाल दिया। സൂര്യനും ചന്ദ്രനും നിസ്തരമായി നിൽക്കുകയാണ്. और सूर्य और चंद्रमा को रोका रखा। അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുകയാണ്. वो जो कुछ करते सब में उसको सफलता मिलती ഒറ്റ है। കാരണമേ ഉള്ളൂ, യഹോവ അവനോട് കൂടെ ഇരുന്നു. उसके लिए एक ही कारण है क्योंकि यहोवा परमेश्वर उसके संग रहा। 21-ാം വാക്യത്തിലേക്ക് നോക്കുക. और उसका 21वां पद देखिए। അവൻ കാരാഗൃഹത്തിൽ കിടന്നു, वो बंदी गृह में पड़ा, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. पर यहोवा यूसुफ के संग रहा കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. और उस पर करुणा की और यह बंदी गृह के दरोगा के अनुग्रह की दृष्टि उस पर हुई। അവൻ കൂടെ ഉണ്ടെങ്കിൽ കൃപ നൽകുന്ന ദൈവമാണ്. देखो परमेश्वर उनके संग रहते हैं तो बंदी गृह का स्वामी को भी उस पर दया हुआ। പ്രിയപ്പെട്ടവരെ, ദൈവകൃപയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. प्यारो, परमेश्वर के अनुग्रह का बिना परमेश्वर का लोगों को एक क्षण पर जी नहीं सकता। പാപത്തെ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? क्या आपको इच्छा है पाप के ऊपर विजय पाने के लिए? ദൈവകൃപ കൂടാതെ സാധിക്കുകയില്ല. परमेश्वर के अनुग्रह का बिना ये हो नहीं सकता। ദൈവകൃപയില്ലാതെ വിശ്വാസ ജീവിതത്തിൽ ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ കഴിയില്ല. परमेश्वर के अनुग्रह के बिना आपको मसीही जीवन में विजय का एक कदम भी आगे बढ़ा नहीं सकता। അതുകൊണ്ടല്ലേ ധന്യനായ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാണ്. और इसलिए प्रेरित
कहते हैं कि मैं जो हूँ वो परमेश्वर के अनुग्रह से हूँ। തിമോഥെയോസിനോട് പറയുക, എന്റെ മകനെ കൃപയാൽ നീ ശക്തിപ്പെടുക. और तिमोथी को कहते हैं बेटा तुम परमेश्वर के अनुग्रह से सामर्थ्य पाओ। രോഗപ്രയാസങ്ങളുടെ നടുവിലാണോ, എന്റെ കൃപ നിനക്ക് മതി. तुम बीमारी होगा, समस्या में है, परमेश्वर की अनुग्रह तेरे लिए काफी है। അവൻ കൂടെയുണ്ടോ, ദൈവകൃപ സമൃദ്ധിയായി അനുഭവിക്കാം. अगर प्रभु हमारे संग है तो परमेश्वर की अनुग्रह बहुतायत से हमें अनुभव करने को मिलेगा। 23-ാമത്തെ വാക്യം കൂടെ നോക്കുക. और 23वां पद एक और बार पढ़ देंगे। യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുന്നുണ്ട്. यूसुफ के वश में जो कुछ था उसमें यहोवा उनके साथ रहकर उनको सफल कर दिया। അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. और वहां पर हम पढ़ते हैं कि बेंदरगृह के दरोगा ने उनके यूसुफ का वश में जो था उसने कुछ भी बातों में ध्यान नहीं दिया। യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവന്റെ ജീവിതം സഫലമായി. क्योंकि यहोवा यूसुफ के संग था इसलिए उनका जिंदगी सफल बना। അവന് കീഴ്പ്പെടാത്തതൊന്നുമില്ല. और उनका वश में जो हुआ नहीं ऐसा कुछ भी नहीं रहा। സർവ്വവും അവന് കീഴാക്കി കൊടുക്കുകയാണ്. सब कुछ उनके अधीन में फारो ने कर दिया। പ്രിയപ്പെട്ടവരെ, യോസേഫിന്റെ ചരിത്രം ഈ ഒരൊറ്റ അധ്യായത്തിൽ എത്ര മനോഹരമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ആ ദൈവിക സാന്നിധ്യത്തിന്റെ നിറവ്, അതിന്റെ അനുഗ്രഹം നമുക്ക് വായിക്കാൻ കഴിയും. ये जो सारा वचन में जब हम देखें यूसुफ का जीवन में परमेश्वर ने किस प्रकार सारी बातें यूसुफ का वश में करके दिया और उसको सफल बना दिया। അവൻ കൃതാർത്ഥനായി ജീവിക്കുക. और वो एकदम सफल और विजेता बनते हुए അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. वो जो कुछ करता था वो सब सफल बन गया। ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയും. परमेश्वर की बड़े अनुग्रह उसने अपना जीवन में അവന്റെ ജീവിതം സഫലമായി തീരും. और उनका जिंदगी सबसे बड़ा सफल। പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശിഷ്യത്വത്തിന്റെ വഴിയിലാണോ? प्यारो आप अगर चेला का मार्ग में है तो അവൻ നമ്മോട് കൂടെയുണ്ട്. और वो हमारी संग है। അവനാണ് നമ്മുടെ സകലവുമായി തീർന്നിരിക്കുന്നത്. और वो हमारा सब कुछ बनकर हमारे साथ। അവരോടുകൂടെ സകലവും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. और उनके साथ सब कुछ हमारे लिए वायदा किया है। രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, और दूसरी बात मैं बताना चाहता हूँ। 4 സുവിശേഷങ്ങളിലും ഈ ശിഷ്യത്വത്തിന്റെ ആ പ്രാധാന്യം നമുക്ക് ഓർക്കുവാനിടയായി തീർന്നു. चारों सुसमाचार में जो चेला बनने का और चेला बनाने का जो श्रेष्ठता और उसकी खासियत हमने അവിടെ बताया। നാം കണ്ട കാര്യമാണ്, എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. हमने वहां देखा है प्रभु ने कहा मेरे लिए अपने प्राण को खो देगा तो उसको प्राण मिलेगा। വിട്ടുകളഞ്ഞവന് പ്രതിഫലമുണ്ട്. जो खो दिया उसको प्रतिफल मिलेगा। മത്തായി സുവിശേഷം 19-ാം അധ്യായം എടുക്കുക. मत्ती का सुसमाचार 19 अध्याय में അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുക. और उसके 19 पद पढ़ी। അവിടെയും ഈ ശിഷ്യത്വത്തിന്റെ പാതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. और वहां पर भी शिष्य का मार्ग हम देखते हैं। അവിടെ നാം വായിക്കുന്നത്, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ ജനങ്ങളെയോ വിട്ടുകളഞ്ഞതിന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. वहां पर प्रभु कहते हैं जिस किसी ने घरों या भाइयों या बहनों या पिता या माता या बाप बच्चों या खेतों को मेरे नाम के लिए छोड़ दिया है उसको 100 गुना मिलेगा और वो अनंत जीवन का अधिकारी होगा। അവൻ നിത്യജീവനെയും അവകാശമാക്കും. वो अनंत जीवन का अधिकारी होगा। മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ ഇത് വിട്ടുകളഞ്ഞവന് 100 മടങ്ങ് ലഭിക്കും. और प्रभु ने कहा कि इस संसार के जीवन में ये सबको जो खोया है नष्ट किया है उसको 100 गुना वापस मिलेगा। പ്രിയപ്പെട്ടവരെ, ഈ ശിശുത്വത്തിന്റെ പാതയിൽ ഒരു വ്യക്തി വരുവാൻ തീരുമാനിച്ചാൽ, अगर कोई व्यक्ति एक व्यक्ति इस शिष्य का पद में आना चाहते हैं, അവർ ചിലപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം. शायद उनका माँ बाप उनको घर से निकाल देगा। പ്രിയപ്പെട്ടവരെ, 100 മടങ്ങ് മാതാപിതാക്കളെ ദൈവം നൽകി വരാൻ ശക്തരാണ്. लेकिन परमेश्वर ऐसा सामर्थ्य है आपके लिए 100 गुना माँ बाप को दे सकता है। സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ടേക്കാം. शायद भाई बहन आपको देंगे, സഹോദരി സഹോദരന്മാരെ 100 മടങ്ങ് നൽകാൻ അവർ ശക്തരാണ്. लेकिन आपको उससे भी 100 गुना ज्यादा भाइयों को बहनों को कलीसिया में प्रभु देगा। പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വന്നതും ഈ വലിയ സുവിശേഷ നിമിത്തമല്ലേ. मैं यहाँ पर आया ये भी सुसमाचार की वजह से എത്രയോ വലിയ സ്നേഹമാണ് അനുഭവിക്കുന്നത്. आप कितना बड़ा प्यार में इन दिनों में अनुभव कर എത്രയോ रहे हैं। വലിയ കരുതലാണ് അനുഭവിക്കുന്നത്. अब कितना बड़ा मेरे लिए जो कर रहा है लोग, എത്രയോ പേരാണ് മോനെ എന്ന് വിളിക്കുന്നത്. कितना लोग मुझे बेटा बुला रहे हैं। എനിക്ക് ഈ സുവിശേഷ നിമിത്തം ഒന്നും നഷ്ടപ്പെടാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. मुझे मेरे जीवन में सुसमाचार की वजह से मेरे को कुछ भी
खोना नहीं എനിക്ക് पड़ा। ഇത്രയും ലഭിക്കുന്നുണ്ടെങ്കിൽ कुछ भी मैं खोया नहीं है, फिर भी मुझे इतना मिला। ഇതെല്ലാം നഷ്ടപ്പെടുത്തിയവരെ ഈ ലോകത്തിൽ എത്രയധികമായി നൽകുവാൻ ദൈവം ശക്തനാണ്. लेकिन अगर सुसमाचार की वजह से कुछ भी खोया है, उनको प्रभु कितना ज्यादा देगा। അത് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, और केवल एक दुनिया के जीवन में नहीं, അവൻ നിത്യജീവനെയും അവകാശമാണ്. और यहाँ बढ़ के अनंत जीवन में भी मिलेगा। എത്രയോ ഒരു അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. कितना बड़ा आशीष है प्रभु प्रॉमिस किया। ഇത് വാസ്തവത്തിൽ പത്രോസ് ആസ്വദിച്ചതാണ്. ये पत्रस ने अनुभव किया। പത്രോസ് പറഞ്ഞു, സകലവും വിട്ട് ഞാൻ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടി? पत्रस ने प्रभु से कहा है, प्रभु हमने सब कुछ छोड़कर तेरा पीछे आया। കർത്താവ് അവരോട് വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. प्रभु ने एक के समय में शिष्यों से कहा, चाहिए तो तुम सब जा सकता। പത്രോസ് എന്താ പറഞ്ഞു? पत्रस ने क्या बोला? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാം? ओ है प्रभु, हम तुझे छोड़कर कहाँ जाएंगे? നിത്യജീവന്റെ മൊഴികൾ നിങ്ങളുടെ കൊണ്ടത്. आनंद जीवन का वचन तेरे ही पास है। മലയാളത്തിൽ മനോഹരമായ ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. मलयालम में उसका बारे में एक सुंदर एक गाना है। നിന്നെ വിട്ടു പോകുവാൻ ഇന്ന് വല്ല സാധ്യം. तुझे छोड़कर जाने के लिए आज भी मेरे जीवन में कोई स्थान नहीं। ധന്യരാണ് കേവലം ബോധമെന്നും ബോധം. और मेरा जीवन में हमेशा मैं धन्य हो और बड़े आनंद ही मेरा जीवन में। നിന്നെ വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. तुझे छोड़कर हम कहीं भी जा नहीं सकता। കാരണം എന്താണ്? क्यों? ഈ ലോകത്തിൽ സകലവും അവനോട് കൂടെയുണ്ട്. क्योंकि संसार में सब कुछ उसके साथ है। നിത്യതയിൽ വെച്ചത് മുഴുവൻ നാം കണ്ടിട്ടില്ല. और स्वर्ग में क्या क्या रहेगा वो അതിന്റെ ചെറിയ വെളിപ്പെടുത്തലാണ് ദൈവദിനത്തിൽ നൽകിയിട്ടുള്ളത്. लेकिन उसको थोड़ा थोड़ा करके वचन में प्रकट करके दिया। അതിന്റെ എത്രയോ ഉന്നതമാണ്. वचन में जो बताया वो भी कितना बड़ा है। എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ हम कल परसों जो प्रार्थना में प्रकटीकरण का किताब पढ़ा, ജയിക്കുന്ന ലഭിക്കുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. वहाँ जो विजय पाने वाले को क्या क्या प्रतिफल मिलेगा उसका बारे में അത് बताया। എന്തൊക്കെയാണെന്ന് ഈ ചെറിയ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. और वो जो क्या क्या है वो हमारा छोटे से बुद्धि से सोच भी नहीं सकते। നമ്മൾ അത് അതുപോലെ വിശ്വസിക്കുക. जो लिखा है वो हमारी सारी विश्वास करते हैं। നാം സ്വർഗത്തിൽ വരുമ്പോൾ അതിന്റെ എല്ലാം പൂർണ്ണമായ അളവിൽ നാം കാണാൻ പോവുകയാണ്. जब आप स्वर्ग में पहुंचेगा तब उसको पूर्ण रीति से हम देखने वाला है। പ്രിയപ്പെട്ടവരെ, ഇതിനെ വിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. वो इसको छोड़ के हम कहीं भी जा नहीं सकता। മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. एक और बात बताकर मैं समाप्त करूंगा। ഇന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഈ വിലയേറിയ നിധി, ये जो धन है वो हम पीढ़ी से पीढ़ी देते रहना है। അത് തലമുറകളെ കടന്നു പോകുന്നതാണ്. वो एक पीढ़ी के बाद दूसरा पीढ़ी के पास वो जाते रहेगा। തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. दूसरा तिमोथी 2 തിമോഥെയോസ് 2:2. दूसरा तिमोथी 2:2 तेरा प्रिय। അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, वहाँ पर पढ़ते हैं, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരവേൽപ്പിക്കുക. वहाँ पर कहते हैं, तूने कई गवाहों के साथ मेरे से जो सुना है उसको तुम औरों को जो ये दूसरों को सिखा सकते उनको भी ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന അനന്തമായ സാധ്യതയാണ് ശിഷ്യത്വത്തിന്റെ പാതയിൽ സ്വർഗം വെച്ചിരിക്കുന്നത്. वहाँ हम देखते हैं प्रभु ने जो शिष्यत्व का मार्ग जो रखा है वो एक पीढ़ी से अगला पीढ़ी की तरफ देते देते जाते हैं। നാം കണ്ടിട്ടില്ലാത്ത, हम जो देखा नहीं है, നാം കേട്ടിട്ടില്ലാത്ത, हम जो सुना नहीं है, നമ്മുടെ മനസ്സിൽ നിരൂപിക്കാൻ കഴിയാത്ത हमारा मन में जो हम कभी सोच भी नहीं सकते, അനന്തമായ സാധ്യതയാണ് ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ. और ऐसे एक आनंद काल का एक स्थिति को ये शिष्य का मार्ग में हम देख सकता है। പ്രിയപ്പെട്ടവരെ, ഈ നിയോഗം 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചതാണ്. तो प्यारो, ये जो शिष्य का मार्ग जो है 2000 साल पहले प्रभु ने अपने चेलों को दिया। എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. अभी कितना सदी कितना सदियां आगे निकल गया। ഇന്നും നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് പഠിക്കുകയല്ലേ? आज भी हम वही बात यहाँ बैठ के पढ़ते ഇന്നും ഈ ശിഷ്യത്വത്തിന്റെ മഹത്വം നാം ഓർക്കുകയല്ലേ? आज भी हम उस चेला बनने का शिष्य बनने का श्रेष्ठता के बारे में അനേകം ഈ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയല്ലേ? बहुतों को हम उस शिष्य का मार्ग में ला रहा है। നാം ആദ്യം ഓർത്തതുപോലെ ലോകാവസാനത്തോളം ഇത് തുടരുകയാണ്. और ये दुनिया का अंत तक आगे बढ़ते जाएगा। നാം വായിച്ച വാക്യത്തിൽ हम जो वचन पढ़ा है ശിഷ്യത്വം ഏറ്റെടുത്ത പൗലോസിനെ കാണാം. वहाँ शिष्य बन गया हुआ पौलुस को हम देखते हैं। രണ്ടാമത് അത് ശിഷ്യത്വപ്പെടുത്തിയ തിമോഥെയോസിനെ കാണാം. और दूसरा हम जो शिष्य बन गया हुआ तिमोथी को देखते हैं। മാത്രമല്ല തിമോഥെയോസ് വരവേൽപ്പിച്ച വിശ്വസ്ത മനുഷ്യരെ കാണും. और तिमोथी ने जिस किसी
को शिष्य बनाया उसका बारे में भी हम यहाँ पढ़ते हैं। നാലാമതായി വിശ്വസ്ത മനുഷ്യർ ഉപദേശിക്കുന്ന മറ്റുള്ളവരെ കാണാം. और 14 बात है वो लोग जो जिस किसी को उपदेश दे रहा है उसका बारे में भी हम देखते हैं। അവിടെ നമ്മൾ വായിക്കുന്നു, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടത്. और वहाँ पर हम पढ़ते हैं कि जो बातें तुमने बहुत से गवाहों के सामने मुझसे सुनी है। അവിടെ ശിഷ്യത്വം ഏറ്റെടുത്ത പൗലോസിനെ കാണാം. वहाँ पौलुस स्वयं शिष्य का स्थान ले लिया। എന്നോട് കേട്ടത് എന്ന് പറയുന്ന കേട്ടത് തിമോഥെയോസാണ്. തിമോഥെയോസിനെ കാണാം. और वहाँ पर पौलुस कहते जो मुझसे सुनी है इसका मतलब पौलुस से जो सुना वो तिमोथी है। പിന്നെ വിശ്വസ്ത മനുഷ്യർ അവിടെയുണ്ട്. और विश्वासी मनुष्यों के बारे में जो बताया, മാത്രമല്ല ഈ വിശ്വസ്ത മനുഷ്യർ ഉപദേശിക്കുന്ന മറ്റുള്ളവർ അവിടെയുണ്ട്. और वो जो विश्वासी मनुष्य जो दूसरों को सिखाते हैं, ऐसे 14 पीढ़ी भी हम देखते हैं। യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരിക. യോഹന്നാൻ का सुसमाचार 17 अध्याय में അതിന്റെ 20-ാമത്തെ വാക്യം മാത്രം വായിക്കാം. और केवल उसका 20वां पद तेरे पढ़ेंगे। ആ അധ്യായം എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ. ये യോഹന്നാൻ का सुसमाचार 17 अध्याय यीशु मसीह का विजय का प्रार्थना का अध्याय है। അത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. यीशु मसीह दुनिया से जाने से पहले अपना शिष्यों के लिए जो प्रार्थना करते हैं वही इस अध्याय में हम देखते हैं। അവിടെ ഒരു വാചകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, वहाँ एक बात ऐसा लिखा है, വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. वहाँ प्रभु कहते हैं कि जो इनके वचन के द्वारा मुझ पर विश्वास करेंगे। ദൈവത്തിന് സ്തോത്രം. परमेश्वर की स्तुति। കർത്താവ് ഈ വിശ്വസിപ്പാനിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമുമില്ലേ? जो यीशु मसीह पर विश्वास करने वालों के बारे में प्रभु कहते हैं वो हम हैं। പ്രിയപ്പെട്ടവരെ, ഈ ശിശുത്വത്തിന്റെ പാത എത്രയോ വിസ്തൃതമാണ്. प्यारो इस शिष्य का मार्ग कितना बड़ा है। ഇത് പടിപടിയായുള്ള വലിയ ദൈവിക ദൗത്യമാണ് നമുക്കിവിടെ കാണാനായിട്ട്. वो एक कदम आगे बढ़ते जाते हुए एक मार्ग को हम देखते हैं। നന്നായി ശിഷ്യപ്പെടുത്തുന്നതിന്റെ വിജയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. और जो अच्छे से चेला बनाने का श्रेष्ठता को हम देखते हैं। അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ വിജയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. अगला पीढ़ी को उस शिष्यत्व का मार्ग में तैयार करके लेने का श्रेष्ठता हम देखते हैं। പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വപ്പെടുത്തുന്നതിന്റെ വിജയം എന്ന് പറയുന്നത് जो शिष्य बनाते हैं उसका विजय के बारे में हम देखते हैं। ശിഷ്യപ്പെടുത്തിയവർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും अगर जो शिष्य बनाने वाला यहाँ से अगर निकल जाएगा तो അടുത്ത തലമുറ ആ സ്ഥാനത്തേക്ക് വരികയാണ്. अगला पीढ़ी जो शिष्य बन गया वो उस मार्ग में आ जाता ആ സ്ഥാനത്തേക്ക് വരാൻ ആളില്ലെങ്കിൽ अगर उस सामने आने की और कोई है ഈ नहीं, വിഷയത്തിൽ നിങ്ങൾ പരാജിതരാണ്. उस विषय में आप पराजय हैं। പ്രിയപ്പെട്ടവരെ, നാം മാറ്റപ്പെട്ടാലും അടുത്ത തലമുറ ഈ സ്ഥാനത്തേക്ക് പരിശീലിപ്പിക്കുന്നതാണ് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവർ. तो प्यारो, प्रभु ने रखा हुआ सबसे मुख्य एक बात है, हम अगला पीढ़ी को प्रभु का शिष्य के रूप में हम तैयार करके लेना है। അല്ലെങ്കിൽ ഈ ശിഷ്യരാക്കുന്ന വഴിയിൽ നിങ്ങൾ പരാജിതരാണ്. अगर ऐसा तैयार नहीं करता तो हम शिष्य बनाने के कार्य में हम पराजय हैं। നമ്മുടെ കാലം കഴിഞ്ഞ പ്രളയമല്ല. हमारे समय के बाद जलप्रलय नहीं बना। പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലം കഴിഞ്ഞ് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ലോകാവസാനത്തോളം ഇത് തുടരണമെങ്കിൽ അടുത്ത തലമുറയെ പരിശീലിപ്പിക്കുവാൻ ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. तो प्यारो, हमारा समय के बाद हमने दुनिया छोड़ के जाने के बाद भी प्रभु आने तक दुनिया का अंत तक ये प्रभु का कार्य ऐसा शिष्य बनाने के कार्य बढ़ते जाना है। तो हम एक पीढ़ी को शिष्य बनाना जरूरी है। ശിഷ്യത്വത്തിനുള്ള പ്രതിഫലം और उसका प्रतिफल ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, मैं तेरे तुम्हारे साथ हूं। അവരോട് കൂടെ സകലവുമുണ്ട്. और उसके साथ सब कुछ है। അതിനപ്പുറത്തേക്ക് ഒന്നും ആവശ്യമില്ല. और उसके बाहर और किसी की जरूरत नहीं। ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ എന്ത് പ്രതികൂലങ്ങളെയും ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. और ये शिष्यत्व का मार्ग में कितना भी बड़ा प्रॉब्लम आए, समस्या आए, उसको सामना करने के लिए और उसको पार करने के लिए अगर प्रभु हमारे साथ है तो हमें हो सकता है। 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ ഉന്നതമാണ്. चारों सुसमाचार में लिखा हुआ आशीष कितना बड़ा है। നമുക്ക് ഉപദ്രവങ്ങളുണ്ട്. हमें पीड़ा तो है। മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. मरकुस 10 का 30 में हम उसके बारे में पढ़ते हैं। അവിടെ നാം വായിക്കുന്നത്, വിട്ട് കളഞ്ഞവന്
അവർ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് കിട്ടുമെന്ന്. और वहाँ मरकुस कहते हैं कि जो आपने जो कुछ त्यागते हैं उसको उसके साथ 100 गुना वापस मिलेगा। വിട്ട് കളയുന്ന വഴിയിൽ ഒരുപക്ഷെ നഷ്ടമെന്ന് തോന്നിയേക്കാം, അത് ലോകപ്രകാരം. जब हम कोई चीज हमसे खो जाते हैं तो हम लगते हैं कि हमें नुकसान हो गया, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് 100 മടങ്ങ് കിട്ടും. लेकिन प्रभु कहते हैं इस संसार में ही तुम्हें उसका 100 गुना मिलेगा। നിത്യതയിലും വലിയ പ്രതിഫലമുള്ള ശുശ്രൂഷയാണ് ശിക്ഷോത്തപ്പെടുത്തുക. लेकिन केवल इधर नहीं, अनंत जीवन में भी प्रतिफल मिलने वाला काम है शिष्य बनाने का काम। മാത്രമല്ല ഈ പ്രതിഫലം എന്നുള്ളത് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. और ये प्रतिफल ये कार्य आने वाले पीढ़ियों की और देखते बढ़ते जाने वाला, നാം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തലമുറകളിലേക്ക് ഇത് പകരപ്പെടുകയാണ്. जो हमने अपनी आंखों से देखा नहीं है, ऐसी एक पीढ़ी जो और आने वाले हैं उनकी और ये कार्य को फॉरवर्ड करने का काम हमें दिया। കർത്താവിന്റെ വരവ് വരെയും ഇത് തുടരുകയാണ്. ये प्रभु का आगमन तक बढ़ते जाए। എത്രയോ വലിയ അനുഗ്രഹമാണ് ഈ വഴിയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. ये कितना बड़ा आशीष प्रभु ने इस कार्य में हमें दिया। പ്രിയപ്പെട്ടവരെ, ഇത്ര ഉന്നതമായ ഈ പ്രമാണത്തോട് और इतना बड़ा एक नियम है, ഇത്ര വലിയ പ്രതിഫലമുള്ള ഈ പ്രമാണത്തോട് और इतना बड़ा प्रतिफल मिलने वाला इस नियम है, പൂർണ്ണമായ അനുസരണം കാണിക്കുവാൻ और इसको पूरा आगे कार्य करने के लिए നമുക്ക് ദൈവ സമൃദ്ധിയായ ദൈവകൃപ നൽകുമാറാകട്ടെ. प्रभु हमें बहुत आयता आशीष दे, അവരോട് കൂടെ സകലവുമുണ്ട്. और उनके साथ सब कुछ है। നമുക്ക് ശിഷ്യരാകാം, അനേകരെ ശിഷ്യരാകാം. हम शिष्य बनेंगे और बहुतों को शिष्य बनाएंगे। ദൈവനാമം മാത്രം നോക്കിക്കൊള്ളുക. परमेश्वर की नाम की का महिमा हो। प्रभु की स्तुति हो। हमारी सभा